നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി പോയിട്ട് വല്ലതും നടന്നോ? അതോ നായ ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വന്നോ? ഇപ്പൊ എന്തായി മുത്തശ്ശ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. നന്ദന്റെ വീട്ടുകാര് മുഖത്താട്ടിയിട്ടുണ്ടാവും. അത്രയ്ക്കും കാര്യമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. നീരജേ, ആകെ മാനസികമായി തകർന്ന ഈ പാവത്തിനെ വീണ്ടും ഓരോന്നും പറഞ്ഞ് കുത്തി നോവിക്കില്ലേ? ആശ്വാസവാക്കുകൾ പറഞ്ഞില്ലെങ്കിലും വേദനിപ്പിക്കാതെ ഇരുന്നൂടെ? ഇനിയും ഞാൻ വേദനിപ്പിക്കും. അത്രയ്ക്കും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. എല്ലാം സ്വയം വരുത്തി വെച്ചിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് കാണുമ്പോഴെനിക്ക് കലി വരുന്നേ. മതിയാക്ക നിനക്ക്. പറഞ്ഞു പറഞ്ഞ് നീ വലിയ മിടിക്കൊന്നും ആവണ്ട. ഈ ഇരിക്കുന്ന നിന്റെ അമ്മയാ നിനക്ക് ജന്മം നൽകിയോള്. ആ ഓർമ്മ വേണം. അല്ലെങ്കിൽ ആ പരിഗണനയെങ്കിലും കൊടുക്കണം. ഇത് അമ്മയല്ല, മക്കൾക്ക് ദ്രോഹം ചെയ്യുന്ന ഏതോ ഒരു സ്ത്രീ. കണ്ടില്ലേ മുത്തശ്ശ? ദ്രോഹം ചെയ്തിട്ട് കോംപ്രമൈസ് ടോക്കിന് പോയിരിക്കുന്നു. എന്നിട്ട് എന്തായി? അവരടിച്ചോ ആവോ. നന്ദന്റെ വീട്ടുകാരെ എങ്ങനെ മോശമായിട്ട് പെരുമാറാതിരിക്കും? അവരഭിമാനമുള്ള കുടുംബക്കാരാ. അവർക്ക് പുറത്തിറങ്ങി നടക്കണം. നീരജേ, നീ ഒന്ന് പോ. അവളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. പോകാനല്ലേ പറഞ്ഞത്? എന്തേ വഴിമാറ്? എന്തിന്? നീ പോയതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വന്നേന്ന്? പോയപ്പോ ഞാനൊന്ന് സമാധാനിച്ചു, ശല്യം ഒഴിഞ്ഞു പോയല്ലോന്ന്. എടി, നിനക്ക് തോന്നുമ്പോ പോകാനും തോന്നുമ്പോ തിരിച്ചു വരാനും പറ്റിയ സ്ഥലമൊന്നും അല്ലത്. അത് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ തോന്നിയാസം കാണിക്കാൻ പറ്റിയ സ്ഥലം അല്ല ഇത്. അതിനുള്ള സ്ഥലേ നിന്റെ വീടാ. ഈ വീട്ടിൽ അത് പറ്റില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഈ വീട്ടിൽ അവകാശത്തോടെ ജീവിക്കുന്ന കാലം വരെ ഞാൻ ഇങ്ങനെ ആയിരിക്കും. തോന്നിയാസം കാണിച്ചു നടക്കുന്ന ഞാനല്ല, അമ്മയുടെ മോള് അഞ്ജിതയാ. അവളാ എന്റെ കുടുംബം കലക്കാൻ ദിയെ കൂട്ടുപിടിച്ചു വരുന്നത്. ഇനി അതെല്ലാം സമ്മതിച്ചു തരുന്ന ആരും കരുതണ്ട. സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് സ്വന്തം സഹോദരന്റെ ജീവിതവും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവളെ അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത് വേണ്ടെന്ന് താക്കീത് കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും. നീ എന്നെ ഭീഷണിപ്പെടുത്താണ്? അല്ല, കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് അമ്മയോ അഞ്ജിതയോ ഇടപെടാൻ വരരുത്. കുറെ ഞാൻ സഹിച്ചു, നന്ദനെ ഓർത്തിട്ടാ. ഇനി ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അപ്പൊ നിന്റെ അമ്മ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണല്ലേ? നീ രണ്ടും കൽപ്പിച്ചല്ലേ? എന്നാലേ അത് ഇവിടെ വില പോവില്ല. വില പോകോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനില്ലാത്ത നേരം നോക്കി വലിഞ്ഞു കയറി വന്നിരിക്കുന്നു അല്ലേ? നിന്നോട് ഇവിടെ കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കഷ്ടമുണ്ടമ്മേ, ഇതിനെ എന്നെ തടഞ്ഞു വെച്ചതല്ലേ? നന്ദന്റെ ഭാര്യ ഞാനാ, അല്ലാതെ ഇവളല്ല.
എന്റെ കുടുംബം നശിപ്പിക്കാൻ തന്നെയാ നിന്റെ പുറപ്പാടെങ്കില് അത് നടക്കില്ല. നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടില്ലേ നന്ദ, കേട്ടില്ലേ? ദിയ പറഞ്ഞത് കേട്ടിട്ടും നന്ദൻ എന്താ ഒന്നും വേണ്ടാത്തത്? അവൻ എന്ത് മിണ്ടണം? നിനക്ക് തോന്നുന്ന പോലെയല്ലേ നീ ജീവിക്കുന്നത്. തോന്നുമ്പോ പോക, തോന്നുമ്പോ വരിക. ഇങ്ങനെ നടക്കുമ്പോഴേ ഏത് ഭർത്താവും മാറി ചിന്തിച്ചാ അതിന് തെറ്റു പറയാനൊന്നും പറ്റില്ല. എന്റെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതുണ്ടെന്ന് നന്ദന് പറയാൻ പറ്റുമോ? എന്നാ എനിക്കിഷ്ടമല്ലാത്ത കാര്യ നന്ദൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിന് അമ്മ കൂട്ടും. ഇതെല്ലാം മോശമാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ ശരണി പറയുന്നത്? ഞാൻ ഇവിടെ നിന്ന് ദിയായിട്ട് സംസാരിച്ചതോ? അത് ഏതർത്ഥത്തിലാണ് നീ കണ്ടത്? ദിയെ ഞാനും പഴയ സുഹൃത്തുക്കളാണെന്ന് നിനക്കറിയില്ല. നന്ദ വെറുതെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതിന്റെ മീനിങ് മനസ്സിലാക്കാനുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്. നീ എന്തു മനസ്സിലാക്കിയെന്നാ പറയുന്നേ? അമ്മ മിണ്ടരുത്. ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ. ശരണേ, എന്റെ അമ്മയുടെ നേരെ നീ ഒച്ച വെക്കരുത്. ഞാൻ ഒച്ച വെച്ചതാണോ നന്ദ കുറ്റം? നന്ദൻ പറഞ്ഞ ഞാൻ അനുസരിക്കും. കാരണം നന്ദൻ എന്റെ ഭർത്താവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? ന്യായമുള്ള കാര്യമാണെങ്കിൽ. തോന്നുമ്പോ പോകുന്നതും വരുന്നതും എല്ലാം നീ ചെയ്യുമ്പോ ഞാനൊന്നും മിണ്ടരുതല്ലേ? ഞാൻ പോയത് എന്റെ വീട്ടിലേക്കാ, അതും എന്റെ ഭർത്താവിന്റെ അനുവാദത്തോടെ. ആർക്കറിയാം, അമ്മയുടെ അല്ലേ മോള്. അപ്പൊ ആ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. അമ്മ മിണ്ടരുത്. ഞാനാകെ നിയന്ത്രണം വിട്ടു നിൽക്കുക. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുക. എന്റെ വീട്ടിൽ ഇത്തരം ബഹളമൊന്നും പറ്റില്ല. നിർത്തിക്കോളാം. അമ്മയും മകനും മരുമോളും എല്ലാരും കൂടി എന്റെ സ്വസ്ഥത കളയാ. ദേവ്, അത് ഞാൻ മിണ്ടരുത് നീ. കുട്ടികൾ തമ്മിൽ ബഹളം വെക്കുമ്പോ അത് തടയേണ്ട നീ തന്നെ അതിന് വഴിയൊരുക്കുന്നോ? കേറിപ്പോ എല്ലാരും അത്. നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ? വാ. എന്താ പിന്നെ നീയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിച്ചോണം. കേട്ടല്ലോ പറഞ്ഞത്? നിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ശരണി. എന്തൊക്കെയാ നീ വിളിച്ച് പറഞ്ഞത്? വല്ല വിചാരമുണ്ടോ നിനക്ക്? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യമൊക്കെ? ഇതൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല.